Hi guys, welcome back to my channel. ഞാൻ രമ്യ ഹരിശങ്കർ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു എഗ്ലെസ് കുക്കീസ് ആണ്, അല്ലെങ്കിൽ എഗ്ലെസ് ബേക്കറികളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നൺകട്ട്സ് അല്ലെങ്കിൽ നാൻകട്ടായ് എന്ന് പറയുന്ന ബിസ്ക്കറ്റുകൾ. അപ്പം ഞാൻ ഇന്ന് എഗ്ലെസ് വേർഷനാണ് കാണിച്ചു തരുന്നത്. ഞാൻ ഇന്നത്തെ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുകയാണ്, കാരണം ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഹരി വീട്ടിലുണ്ടായിരുന്നു. അപ്പം എനിക്ക് സംസാരിച്ചുകൊണ്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കേൾക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഈ ഒരു വീഡിയോയോട് കൂടെ നമ്മൾ ക്രിസ്മസ് റെസിപ്പീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഓൾട്ടർനേറ്റീവ് ഡേയ്സാണ് വീഡിയോസ് ഉണ്ടാവുക. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെണ്ണ 1 മണിക്കൂർ മുമ്പ് തന്നെ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നല്ലോണം റൂം ടെമ്പറേച്ചറിലായിട്ട് സോഫ്റ്റായിട്ട് വരും. ഉപ്പില്ലാത്ത വെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി പഞ്ചസാര ഞാൻ എടുത്തിട്ട് മിക്സഡ് ജാറിൽ കുഞ്ഞി ജാറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തു. പൊടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 7 ഏലക്ക, മുഴുവനായിട്ടുള്ള ഏലക്കയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് പൊടിച്ചെടുത്തത്. അപ്പോൾ അതിൻ്റെ തരിയും ഒക്കെ ഉണ്ട് കേട്ടോ. അത് ക്രഷായിട്ടേ വന്നിട്ടുള്ളൂ. എന്നിട്ട് എൻ്റെ ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കുകയാണ്. വെണ്ണ ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഗ്രാമിൽ അളവ് പറയുകയാണെങ്കിൽ 113 ഗ്രാം വരും. പഞ്ചസാര 1/2 കപ്പ്, നല്ല മധുരമുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 1/3 കപ്പിൽ മെഷർ ചെയ്തിട്ട് പൊടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇടയിലൊന്ന് നിർത്തി ഒരു സ്പാച്ചിലുണ്ടോ ഒരു തവിയുണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം എല്ലാ പൊടികളും ചേർത്തിട്ട് നമുക്കൊന്ന് സിഫ്റ്റ് ചെയ്ത് ഒരു അരിപ്പയിൽ ഇട്ടിട്ട് ഒന്ന് സിഫ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എന്തെങ്കിലും പൊടിയോ തരിയോ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് 1 കപ്പ് മൈദയാണ്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീറ്റിലും ഗോതമ്പ് പൊടിയിലും ചെയ്യാം. അപ്പോൾ ഗോതമ്പ് പൊടിയിൽ ചെയ്യുകയാണെങ്കിൽ ഗോതമ്പ് നാൻകട്ട്സ് ആയിട്ട് വരും കേട്ടോ, കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. ഓക്കെ, അപ്പം 1 കപ്പ് മൈദയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെൻ്റെ കയ്യിലുള്ള സിഫ്റ്ററാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സിഫ്റ്റർ ഇല്ലെങ്കിൽ അരിപ്പ കൊണ്ട് ഒന്ന് അരിച്ചെടുത്താൽ മതി. ഒന്ന് സിഫ്റ്റ് ചെയ്ത് എടുക്കുക, ഒന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് ഈ പൊടി നമുക്ക് വെണ്ണയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് വെണ്ണയും പഞ്ചസാരയും കൂടെ ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ചേർന്ന് വന്നാൽ മാത്രം മതി. ഒരുപാട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാൻകട്ട്സ് നല്ലോണം വിണ്ട് ക്രാക്കായിട്ട് വരും, അത് വേണ്ട. അപ്പോൾ നന്നായിട്ട് സിഫ്റ്റ് ചെയ്തെടുത്തത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ബീറ്റർ എടുക്കുന്നില്ല, കാരണം ഇനി ഞാൻ ബീറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിലും എൻ്റെ മുഖത്തും ദേഹത്തും ഒക്കെ തെറിക്കും. അപ്പം അത് വേണ്ട. അപ്പം ഞാനൊരു സ്പാച്ചില കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരു കൈ കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുഴച്ചെടുക്കാം. ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം തവി മാറ്റിയിട്ട് ഞാൻ ആ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പോവുകയാണ്. നന്നായിട്ട് കുഴച്ച ശേഷം കാണിച്ചു തരാം. അതായത് നന്നായിട്ട് യോജിച്ച് വരണം, അല്ലാതെ നമുക്ക് സോഫ്റ്റ് ബോളോ അങ്ങനെയൊന്നും വേണ്ട. നന്നായിട്ടൊന്ന് യോജിച്ച്, ഡ്രൈ ഫ്ലോറൊന്നും കാണാൻ പാടില്ല, നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. എന്നിട്ട് നമുക്ക് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. നന്നായിട്ട് ഇതാ കുഴച്ച് വെച്ചിട്ടുണ്ട്, നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം നമുക്ക് 10 തൊട്ട് ഒരു 15 ബോൾസ് വരെ കിട്ടും. ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്താൽ മതി ഓരോന്നും ഉരുളിയെടുക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 14 എണ്ണം വന്നിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ബോളായിട്ട് ഒട്ടും ക്രാക്കില്ലാതെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇത് പരത്തി വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഓവനിൽ ഇരുന്ന് തന്നെ സ്പ്രെഡായിക്കോളും. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയത്, ഞാൻ നേരത്തെയും എനിക്ക് പറ്റിയിട്ടുണ്ട്, പക്ഷേ ഞാനത് ശ്രദ്ധിച്ചില്ല. കുറച്ചുകൂടെ അടുപ്പിച്ചിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ വെക്കുന്ന സമയത്ത് ഒരു 2 ഇഞ്ചെങ്കിലും ഇതിനേക്കാട്ടിലും കുറച്ചുകൂടെ നിങ്ങൾക്ക് ഗ്യാപ്പ് വയ്ക്കണമെങ്കിൽ വെക്കാം. അപ്പം 2 സെറ്റായിട്ട് വരുന്നത് മാത്രമേ ഉള്ളൂ. എൻ്റെ കൺവെക്ഷൻ ഓവനാണ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക 180 ഡിഗ്രി സെൽഷ്യസിൽ. കൺവെക്ഷൻ ഓവൻ ആണെങ്കിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്യാൻ വെക്കുക, പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക. അപ്പം ഞാൻ എല്ലാം ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണമെങ്കിൽ മതി, ഇതൊരു ഓപ്ഷണലാണ്. എന്തെങ്കിലും നട്ട്സ് മേലെ ഡെക്കറേഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ പീനട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, നിലക്കടല, കപ്പലണ്ടി.
ഒന്ന് ജസ്റ്റ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്നിനെ രണ്ടാക്കി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂ നട്ടിൻ്റെ ചെറിയ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം, പിസ്ത ആഡ് ചെയ്ത് കൊടുക്കാം, ഏത് വേണമെങ്കിലും ആൽമണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം, ഏത് നട്ട് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് പ്രസ്സായി വന്നോളും. അപ്പോൾ എല്ലാം ഞാൻ എന്താ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ആ ഒരു നമ്മൾ പീനട്ട് ഇട്ട് കൊടുക്കുന്ന പ്രഷർ മാത്രം മതി കേട്ടോ. ഇനി തന്നെ സ്പ്രെഡായിക്കോളും. ഇനി ഞാൻ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ പോവാണ്. ഏകദേശം ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഓവനിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ബേക്കായി നന്നായി സ്പ്രെഡായിട്ട് വരും. ബേക്ക് ചെയ്ത് വന്ന ശേഷം നമുക്ക് പൊട്ടിച്ച് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ബട്ടറി നൺകട്ട്സ് ആണ് കേട്ടോ. കണ്ടോ, നന്നായിട്ട് സ്പ്രെഡായിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റ് ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ചൂടാറാൻ വെച്ചു. കണ്ടോ, നല്ല ക്രിസ്പി കുക്കീസാണ്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വൈകുന്നേരം ചായയോടൊപ്പം രാവിലെ എണീറ്റുടനെ പെട്ടെന്ന് വിശക്കുകയാണെങ്കിലൊക്കെ കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ്. ഇത് ഗോതമ്പ് പൊടിയിലും ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ബൈ.